ഹലോ. അപ്പോൾ നല്ല ടേസ്റ്റി ആയിട്ടുള്ള സോയാബീൻ ഫ്രൈ ഉണ്ടാക്കുന്നതാണ് കേട്ടോ ഇന്നത്തെ വീഡിയോ. സോയാബീൻ വെള്ളത്തിലിട്ടിട്ട് നന്നായിട്ട് കഴുകി എടുത്തതാണത്. അതിലേക്ക് മുളക് പൊടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. പിന്നെ വെജിറ്റബിൾ മസാലയാണ്, 1/2 സ്പൂൺ വെജിറ്റബിൾ മസാല ചേർത്ത് കൊടുത്തിട്ടുണ്ട്. പിന്നെ മഞ്ഞൾപ്പൊടി 1/4 സ്പൂൺ മഞ്ഞൾപ്പൊടി. പിന്നെ മൈദ 2 സ്പൂൺ നമുക്ക് ചേർത്ത് കൊടുക്കാം. ഇനി ഉപ്പ്, പാകത്തിന് ഉപ്പും ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ട് ഇതൊന്ന് കുഴച്ചെടുക്കാം. നന്നായിട്ട് കുഴച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇതൊരു കുറച്ച് നേരം നമുക്ക് എടുത്ത് വയ്ക്കാം. എന്നിട്ട് എണ്ണ ചൂടായി കഴിയുമ്പോൾ അതിലേക്ക് സോയാബീൻ ഫ്രൈ ചെയ്തെടുക്കാം. ഇനി ഇതിലേക്ക് പച്ചമുളക് കീറിയതും കുറച്ച് കറിവേപ്പിലയും കൂടി ചേർത്തിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. എന്നിട്ട് അത് കോരി നമുക്ക് മാറ്റി വയ്ക്കാം. സോയാബീൻ ഞാൻ ഫ്രൈ ചെയ്ത് വെച്ചിട്ടുണ്ട്. കുറച്ച് മല്ലിയില ഞാൻ അതിൻ്റെ മുകളിൽ ഇട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നല്ല ടേസ്റ്റി ആയിട്ടുള്ള സോയാബീൻ ഫ്രൈ റെഡിയായി.